എയ്ഡഡ് സ്കൂളിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകർക്കുള്ള നിയമന ശുപാർശ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 437 ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന ശുപാർശ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുകയുണ്ടായി. പൊതുവിദ്യാഭ്യാസത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്നും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ സർക്കാരിന് വിട്ടുവീഴ്ചയില്ല എന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിനായി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണോ? പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം, സംസ്ഥാന ജില്ലാ സമിതികൾ രൂപപ്പെടുത്തി സർക്കാർ തന്നെ മുന്നിട്ട് ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം 437 പേർക്ക് അഡ്വൈസ് കൊടുത്തു എന്നുള്ളതാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. നടന്ന അത്രയും കാര്യം ആ അർത്ഥത്തില് സ്വാഗതാർഹം തന്നെയാണ്. അതേസമയത്ത് ഭിന്നശേഷി സംവരണ വിഷയത്തില് ആരാണ് ഈ ഇത്രമാത്രം ഈ കാലതാമസം ഇതിന് വരുത്തിയതെന്ന് നമ്മൾ ഇതിന്റെ ഒരു വസ്തുതകൾ മുന്നിൽ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കാര്യത്തിൽ 1500ഓളം തസ്തികകൾ കിടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്താണ് 437 പേരെ മാത്രമേ ഇപ്പം സർക്കാരിന് വെക്കാൻ പറ്റിയിട്ടുള്ളത്. ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിൽ എത്ര ഒഴിവുകളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ടുകൾ അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ഇത്രയും സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ളത്. അതേസമയത്ത് തന്നെ ഇന്നലെ മന്ത്രി പറഞ്ഞതുപോലെ ഏതാണ്ട് 1500ഓളം ഭിന്നശേഷിക്കാരെ മാത്രമാണ് ഇതുവരെ, അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ട് മാനേജ്മെന്റ് ഉത്തരവിലൂടെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫർ ചെയ്തിട്ട് ഈ ഭിന്നശേഷിക്കാരെ നിയമിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനിയും ആവശ്യത്തിന് ഭിന്നശേഷിക്കാരെ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചതിൽ പറഞ്ഞത്, ഭിന്നശേഷിക്കാരെ വെക്കുന്ന മുറയ്ക്ക് അതത് മാനേജ്മെന്റുകളില് യോഗ്യരായ അധ്യാപകർക്ക് 2018 മുതലുള്ള 22,000ഓളം അധ്യാപകർക്ക് 2021 വരെ നിയമിച്ചവർക്ക്, പ്രൊഫഷണലായി നിയമിച്ചവർക്ക് സ്ഥിര നിയമനവും അതിനുശേഷം നിയമിക്കപ്പെട്ട ഇപ്പോൾ താൽക്കാലിക വ്യവസ്ഥയിൽ ദിവസ വേതനക്കാരായി ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള അവരുടെ തസ്തികകളിൽ സ്ഥിര നിയമനം നൽകുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബാക്കി ഇനി വരുന്ന നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, എത്രയോ അധികം തസ്തികകൾ ഇനിയും ഭിന്നശേഷിക്കാർക്കായി നീക്കി വെച്ചിട്ടുള്ളത് ഒഴിവ് കിടക്കുകയാണ്. അപ്പൊ ആ തസ്തികകളിൽ നിയമനം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റ് നിയമനങ്ങളും അംഗീകരിക്കുള്ളൂ എന്നുള്ളതാണ് മന്ത്രി ഇന്നലെയും പറഞ്ഞ കാര്യം. സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം വന്ന ഉത്തരവില് കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് സമാന സ്വഭാവമുള്ള മറ്റ് ഏജൻസികൾക്ക് ഈ ഉത്തരവ് ബാധകമാക്കാം എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ മാസങ്ങൾ നീളുന്ന, നമുക്കറിയാം, ആ ഉത്തരവ് വന്നതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ NSS മാനേജ്മെന്റിലെ അധ്യാപകർക്ക് നിയമനം നൽകാനായിട്ട് കഴിയുന്ന വിധത്തിലുള്ള സർക്കാർ ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. അതേസമയത്ത് ആ ഓർഡർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൺസോർഷ്യത്തിലെ സ്കൂളുകൾക്ക് ബാധകമാക്കണം എന്നുള്ള കത്ത് നമ്മൾ നൽകിയപ്പോൾ 4 മാസത്തിന് ശേഷം അതിന് കിട്ടിയ മറുപടി അത് അവർക്ക് മാത്രമേ, NSSന് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു, മറ്റാൾക്കാർക്ക് നൽകാൻ കഴിയുകയില്ല എന്നുള്ള നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തില് ഉള്ള ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ്. അതിനുശേഷം ഇപ്പോൾ മാസങ്ങൾ എത്ര നീണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ മന്ത്രി പറയുന്നത് ജനുവരി 27-ന് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കണ്ടറിയേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, ഗവൺമെന്റ് അത്തരത്തില് ഈ പറയുന്ന സുപ്രീം കോടതിയില് മറ്റു മാനേജ്മെന്റുകൾക്കും ഈ വിധി ബാധകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമായിട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാമാന്യ യുക്തിയിലും ബുദ്ധിയിലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം.
അപ്പൊ പിന്നെ ഇതിങ്ങനെ മാസങ്ങളായിട്ട് നമുക്കറിയാം, ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളല്ല. 2018 മുതൽ തുടങ്ങിയ ഈ വിഷയത്തില് ഇതിനെ സൂക്ഷ്മമായിട്ട് സാമാന്യമായിട്ട് സമീപിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാകും ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും ആത്മാർത്ഥതയില്ലായ്മയും യാതൊരു തരത്തിലുള്ള ഈ മെല്ലപ്പോക്കിന്റെ ഒരു ദുരന്തമാണ് കേരളത്തിലെ അധ്യാപക സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുഴുവനും തകർക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധിയായിട്ട് മാറുകയായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഇതിനു മുമ്പ് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യത്തില് ഗവൺമെന്റ് കണ്ണിൽ പൊടി ഇടുന്ന വിധത്തില് ഈ വിഷയം ഇപ്പൊ പരിഹരിച്ചു എന്നുള്ള മട്ടില് സെപ്റ്റംബർ അവസാനം അഭിനന്ദ പിതാക്കന്മാരെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ നൽകിയ ചില ഉറപ്പുകളുണ്ട്. ആ ഉറപ്പ് ഇതുവരെ ഒരർത്ഥത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല. ആ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കോടതിയിലേക്ക് വ്യവഹാരം പിന്നീട് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പൊ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഒരു സന്ദർഭം ആയിരിക്കുന്നു. ഈ സന്ദർഭത്തില് ഇത് അധ്യാപകരുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മേല് അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിശാന്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ നോക്കുക, വർഷങ്ങൾ നീണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കണം. അതിനുശേഷം ഇപ്പോൾ ഇത് 437 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിലുള്ള കുറ്റവാളി ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വാസ്തവത്തില് ഈ തസ്തികകൾ നീക്കിയിട്ട് അതിന്റെ എല്ലാ വിവരങ്ങളും സത്യവാങ്മൂലം ഉൾപ്പെടെ അതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച മാനേജ്മെന്റിന് അത് ആ മന്ത്രി ഇന്നലെ പറഞ്ഞ ആ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഇതുവരെ ഈ നിയമനങ്ങള് തടസ്സപ്പെടുത്തിയത് ഏതാണ്ട് മാനേജ്മെന്റ് ആണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഉള്ള സമീപനം എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ കാലത്തിൽ പുലർത്തിയിട്ടുള്ള അനാസ്ഥയാണ്, മെല്ലപ്പോക്കാണ് ഇത് ഇത്ര വഷളായ വിധത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ ജനുവരി 31-ാം തീയതി വലിയൊരു സമര പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ടീച്ചേഴ്സ് ഗിൽഡ് മാത്രമല്ല, കേരളത്തിലെ സമാനമായ ഈ മേഖലയിൽ പ്രശ്നം അനുഭവിക്കുന്ന മാനേജ്മെന്റ് അസോസിയേഷനുകൾ ആ സമരത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്റ്റീവിന്റെ ഇതില് നേരിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അധ്യാപകർ അതിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ മറ്റ് തരത്തില് സമാനമായി ചിന്തിക്കുന്ന ശിവഗിരി മഠത്തിലെ സ്കൂൾസിന്റെ ഭാഗമായിട്ടുള്ള മാനേജർമാരുൾപ്പെടെ അധ്യാപകരുൾപ്പെടെ കേരളത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ഭിന്നശേഷി സംവരണ വിഷയത്തില് ദുരിതം അനുഭവിക്കുന്ന അധ്യാപകരുടെ ആയിരക്കണക്കിന് അധ്യാപകര് ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടിയാണ് ജനുവരി 31-ന് അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ആ സമരവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഗവൺമെന്റ് പല ഘട്ടങ്ങളില് നമ്മുടെ അധ്യാപകരെ വഞ്ചിച്ച ചരിത്രം നമുക്കറിയാം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതനുസരിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നാണ് പറയുന്നത്. 437 പേരെ നിയമിച്ചത്. ഇതിനു മുമ്പ് തന്നെ 1500-ഓളം ആളുകളെ ഭിന്നശേഷി അധ്യാപകരെ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ ഒക്കെ നിയമിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്നും മന്ത്രി മനസ്സിലാക്കാതെയാണോ ഇത് പറയുന്നത്? ഏതായാലും നമുക്കറിയാം, ഈ കാര്യത്തില് ആത്മാർത്ഥത തെളിയിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഇനിയും ഈ കാര്യത്തിൽ അനാസ്ഥ തുടരാതെ കോടതി വ്യവഹാരങ്ങളിലേക്ക് ഇത് വലിച്ചഴക്കാതെ വളരെ ലളിതമായിട്ട് പരിഹരിക്കേണ്ട ഈ വിഷയം അങ്ങനെ പരിഹരിക്കുന്നതാണ് കേരള ടീച്ചേഴ്സ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ശ്രീ ടോമത്ത്, ഇതൊരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമായിട്ട് മാത്രം ഒതുങ്ങി പോകുമോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? നിലവിൽ നമുക്കറിയാം 437 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പ്രഖ്യാപിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായിരുന്നു ഇന്നലെ നടന്നത്. അതേ സമയത്ത് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം ഇലക്ഷന് സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു രോഷമുണ്ട്. അത് ഗവൺമെന്റിന് എതിരെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുക സാധാരണമായ ഒരു കാര്യമാണ്. അതേസമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാതെ അതിന് അധ്യാപകരെ ഈ വിഷയത്തിൽ നിന്ന് ആ ഭിന്നശേഷി സംവരണം വിഷയത്തിൽ നിന്ന് അധ്യാപകരെ മോചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക്
സ്ഥിര നിയമനം നൽകുന്ന വിധത്തിലുള്ള സർക്കാർ ഉത്തരവ് നൽകുന്നത് വരെ ഞങ്ങൾ ഏതൊക്കെയായാലും ഈ ഗവൺമെന്റിന്റെ വാക്ക് കേട്ട് നിൽക്കാനായിട്ട് കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ അത്തരം ഉറപ്പ് സർക്കാരിന്റെ ഉത്തരവിലൂടെ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്കത് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. കാരണം കഴിഞ്ഞ കാലത്തെ നമ്മുടെ അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വഞ്ചനാപരമായ ഒരർത്ഥത്തിലുള്ള ഒരു ചതി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രശ്നത്തെ നേരിട്ടവരാണ് കേരളത്തിലെ അധ്യാപക സമൂഹം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ അടുത്ത സാഹചര്യത്തില് ഗവൺമെന്റ്, നമുക്കറിയാം ഇതിന് അനുകൂലമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ നിലവില് അത് കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്. എത്രയോ തീയതികൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു എപ്പോൾ നടപ്പിലാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു, അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.